പോക്കോയുടെ പോക്കോ C65 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോ C65 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോക്കോ C65 6.59 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ വന്നേക്കാം. അപ്പോൾ ഫുൾ HD റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ LCD പാനലായിരിക്കും ഈ ഫോണിൽ വരിക. ഡിസ്പ്ലേയിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്തേക്കാം. ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചായിരിക്കും വരിക. പഞ്ചോൾ ഡിസൈൻ വരാൻ സാധ്യതയില്ല. പിന്നെ ഈ ഫോണിൻ്റെ വില ഒരു 8500 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് വന്നേക്കാം. ഒരു പ്രൈസ് റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് എന്ന് തന്നെ പറയാവുന്നതാണ്. ഫുൾ HD റെസൊല്യൂഷനും 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും ഒക്കെ ഇതിൽ വരുന്നതായിരിക്കും. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരാൻ സാധ്യതയുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വന്നേക്കാം. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ mediatekൻ്റെ helio G85 എന്നുള്ള പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. 8500 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം തിരക്കുള്ള നല്ലൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ്. അത് നല്ലൊരു പ്രോസസ്സറും ഇതിൽ വന്നേക്കാം ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ട്. പിന്നെ 5G സപ്പോർട്ടൊന്നും ഇതിൽ വരാൻ സാധ്യതയില്ല. മാക്സിമം 4G സപ്പോർട്ടായിരിക്കും ഈ ഫോണിൽ വരിക. ഈ ഒരു ഫോണിൽ 8GB റാം വരെയും 256GB ഇൻറ്റേർണൽ വരെയും വന്നേക്കാം. ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള MIUI സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. മിക്കവാറും ഈ ഫോണിൽ 3.5mm മോഡിജാക്ക് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും ഈ ഫോണിൽ വന്നേക്കാം. പിന്നെ ചിലപ്പം ഇതിൽ സിംഗിൾ സ്പീക്കർ ആയിരിക്കും വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഈ ഫോണിൽ വന്നേക്കാം. ഇപ്പോൾ സാധാരണ 10,000 രൂപയ്ക്ക് താഴെ വരുന്ന അധിക ഫോണുകളിലൊന്നും അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഉണ്ടാവാറില്ല. എന്നാൽ ഈ ഫോണിൽ അത് വന്നേക്കാം. മൂന്നാമത് 2 മെഗാ പിക്സൽ ഒരു ഡെപ്ത് സെൻസറും വന്നേക്കാം. ഫ്രണ്ടിൽ 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററി ഈ ഫോണിൽ വരുന്നതായിരിക്കും. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വന്നേക്കാം. 8500 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. Type C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ റെഡ്മിയുടെ Redmi 13C എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കും പോക്കോ C65 എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. പോക്കോ ഇപ്പം മിക്ക ഫോണുകളും റീബ്രാൻഡ് ചെയ്തിട്ടൊക്കെ തന്നെയാണ് ഇറക്കാറ്. അപ്പം ഈ ഒരു ഫോണും റീബ്രാൻഡ് ചെയ്തിട്ടുള്ള ഒരു ഫോണായിരിക്കാൻ തന്നെയാണ് സാധ്യത. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞു ഈ ഫോണിൻ്റെ വില ഒരു 8500 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് വന്നേക്കാം എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. എന്തായാലും പോക്കോയുടെ പോക്കോ C65 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.